കണ്ണൂർ ചെറുതാഴം രാമപുരത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർച്ചയിൽ സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്നലെയാണ് ടാങ്കർ ലോറിയിൽ നിന്ന് ആസിഡ് ചോർന്നത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, വിവരങ്ങൾ. സജോ. റിജിത്ത്, കർണാടകയിലെ കാർവാറിൽ നിന്ന് എറണാകുളത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറി പഴയങ്ങാടി രാമപുരത്ത് വെച്ചാണ് ചോർച്ച കണ്ടെത്തിയത്. ടാങ്കർ ലോറിയിൽ ഇന്നലെയാണ് ഈ ചോർച്ച ഉണ്ടായത്. പിന്നീട് ഫയർഫോഴ്സ് സേനാംഗങ്ങളും മറ്റുമൊക്കെ സ്ഥലത്തെത്തി ചോർച്ച പരിഹരിക്കാനും മറ്റുമുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ വലിയ അപകടകരമായ നിലയിൽ അല്ലെങ്കിൽ കൂടിയും ആസിഡ് ചോർച്ച ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുവരെ അത് പൂർണ്ണമായും പരിഹരിച്ച ആ ടാങ്കർ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്കാണ് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത്. 2 ആശുപത്രികളിലായി ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്ത് പഴയങ്ങാടി ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 8 വിദ്യാർത്ഥികളാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരുടെ നില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതായത് ഈ അന്തരീക്ഷത്തിലേക്ക് ഈ ആസിഡിൻ്റെ അംശങ്ങൾ പടരുകയും അത് ആ സമയത്താണ് വിദ്യാർത്ഥികൾക്ക് ശ്വാസം എടുക്കുന്നതിലും മറ്റും ബുദ്ധിമുട്ടുണ്ടായി. അത് ശ്വസിച്ചതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അപകടകരമായ സാഹചര്യമില്ല എന്നതാണ്. ഈ ടാങ്കറിൽ നിന്ന് ചോർച്ച പരിഹരിച്ച് ആ ടാങ്കർ ലോറി സ്ഥലത്തു നിന്ന് നീക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്.